ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്രൈസ്റ്റ് സെൻറ്റേഡ് ചർച്ചിൻ്റെ ഈ ദൃശ്യ പ്ലാറ്റ്ഫോമിൽ നമ്മോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടർ ജോൺസൺ തോമസ് കുട്ടി അവറുകളാണ്. അദ്ദേഹം ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതനും യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂർ ഇന്ത്യയിൽ അവിടുത്തെ അധ്യാപകനും ഈ കാലഘട്ടത്തിലെ നല്ല പ്രാസംഗികനും നല്ല തിരുവചന വ്യാഖ്യാതാവും ഇതിലൊക്കെ ഉപരി നല്ല എഴുത്തുകാരനുമാണ്. ഒരുപാട് ദൈവജനത്തെ ദൈവവചനം പഠിപ്പിക്കുവാൻ അനേകർക്ക് വളരെ മാതൃകയായി നല്ലൊരു അധ്യാപകനായി ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസനെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. താൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BD കരസ്ഥമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ മാസ്റ്റേഴ്സ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തു. അതിനുശേഷം രണ്ടാമത്തെ മാസ്റ്റേഴ്സ് അമേരിക്കയിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കി. തുടർന്ന് നെതർലൻഡിൽ നിന്നും PhD എടുക്കുവാൻ കർത്താവ് ഈ പ്രിയ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. അതുമാത്രമല്ല, ഈ കാലഘട്ടത്തിൽ അനേക യൗവനക്കാരെ കർത്താവിൻ്റെ വേലയിലേക്ക് ട്രെയിൻ ചെയ്യുവാനും അവരെ പഠിപ്പിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ തീം ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി കോളിംഗ്, സാധാരണ ജനം അസാധാരണ വിളി. ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ അല്പനേരം സംവദിക്കുവാനായി പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ റവറൻ ജോൺസൺ തോമസ് കുട്ടി അവറുകളെ ക്രൈസ്റ്റ് സെൻറ്റേഡ് ചർച്ചിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സാറേ വളരെ സന്തോഷം. തുടർന്ന് സാറിന് ഉള്ള സമയങ്ങളാണ്. സാറിനെക്കുറിച്ച് കേൾക്കുകയും സാറിനെക്കുറിച്ച് അറിയുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ക്രൈസ്തവ ലോകത്ത് സാറിൻ്റെ ഒരു സംഭാവനയെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ആരംഭത്തിലെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സാറിൻ്റെ കുറിച്ച് അല്പം ഒന്ന് നമ്മുടെ ദൃശ്യമാധ്യമത്തിൽ നമ്മളുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ഓഡിയൻസിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? സാറിൻ്റെ പശ്ചാത്തലം, സാറിൻ്റെ വിശ്വാസ യാത്ര, അതുപോലെ സാർ ദൈവത്തെക്കുറിച്ചുള്ള സാറിൻ്റെ കാഴ്ചപ്പാട്, ഈ മുതലായ കാര്യങ്ങളിലേക്ക് അല്പം ഒന്ന് ഇറങ്ങിച്ചെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. So thank you so much, Reverend Dr. തോമസ് ഫിലിപ്പ്. സാറിൻ്റെ ഈ ചോദ്യത്തിന് വളരെയധികം നന്ദി. ഇപ്പൊ സാറ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ എൻ്റെ പേര് ജോൺസൺ തോമസ് കുട്ടി എന്നാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പുതിയ നിയമത്തിൻ്റെ പ്രൊഫസറായിട്ടും ബിബ്ലിക്കൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർപേഴ്സണായിട്ടും 2021 മുതൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സിന് ശേഷം 2001 മുതൽ 2004 വരെ ഞാൻ വെസ്റ്റ് ബംഗാളിലുള്ളതായ സെറാംപൂർ കോളേജിലെ ഒരു ലെക്ചററും അവിടുത്തെ കോളേജ് ചാപ്ലൈനുമായിട്ട് വർക്ക് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം 2008 മുതൽ 2021 വരെ പൂനെയിലുള്ളതായ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ അധ്യാപകനായിട്ടും ഡീനായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ 3 തിയോളജിക്കൽ കോളേജുകളും എൻ്റെ അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്നെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതായ 3 സ്ഥാപനങ്ങളാണ്: സെറാംപൂർ കോളേജ്, യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി പൂനെ ആൻഡ് യുണൈറ്റഡ് തിയോളജി കോളേജ് ബാംഗ്ലൂർ. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പഠനവും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ഇൻ മണക്കാല, that is under Seram, that is the first
പെന്തക്കോസൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ്. അവിടെ നിന്ന് എൻ്റെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിയും ആയതിനു ശേഷം ചെന്നൈയിലുള്ളതായ ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജിൽ നിന്നും എൻ്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സും ആയതിനു ശേഷം അമേരിക്കയിലുള്ളതായ പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും സെക്കൻഡ് മാസ്റ്റേഴ്സും നെതർലാൻഡ്സിലെ റാഡ്ബൗഡ് യൂണിവേഴ്സിറ്റി നൈമേഗനിൽ നിന്നും PhDയും കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോ എന്നുള്ള നിലയിലും ഞാൻ കാലിഫോർണിയയിലെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരിയിൽ ഏകദേശം 8 മാസത്തോളം റിസർച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ രണ്ടാമതും കടന്നു വന്ന് അവിടെ റിസർച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. പിന്നെ ജെറുസലേമിലുള്ളതായ ഇക്കോൾ ബിബ്ലിക് എന്ന് പറയുന്നതായ സ്ഥാപനത്തിൽ തോമസ് സ്റ്റഡീസിനോടുള്ള ബന്ധത്തിൽ റിസർച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ടിൻഡേൽ ഹൗസിൽ കടന്നുപോയി റിസർച്ച് ചെയ്യുവാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സാധാരണയിൽ നിന്നും സാധാരണ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. സാധാരണയിൽ നിന്നും സാധാരണ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ഓർഡിനറി പശ്ചാത്തലത്തിലുള്ള പിതാവും മാതാവും 3 സഹോദരന്മാരും അടങ്ങുന്ന ഒരു കുടുംബം. ഞങ്ങൾ 4 മക്കളാണ്. 4 ബോയ്സ്. ഐ വാസ് ദ എൽഡസ്റ്റ് വൺ. എൻ്റെ പേരൻസ് വളരെ ഓർഡിനറി ജീവിത പശ്ചാത്തലത്തിലുള്ളതായ വളരെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. ഈ സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടത്. ആഹാരത്തിനും വസ്ത്രത്തിനും ബുദ്ധിമുട്ടിനോടൊപ്പം എ ഹട്ട് ലൈക്ക് ലൈഫ് സിറ്റുവേഷൻസും എൻ്റെ ചെറിയ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഐ വാണ്ട് ടു എംഫസൈസ് ദാറ്റ്. ആഹാരത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ചെറിയ കാലഘട്ടത്തിൽ, വസ്ത്രത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എ ഹട്ട് ലൈക്ക് ലൈഫ് സിറ്റുവേഷൻ ഇതിലൂടെയും കടന്നു വരുവാനുള്ളതായ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഷേപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് ദ ഓർഡിനറി സിറ്റുവേഷൻ ഫ്രം വിച്ച് ഐ എം കമ്മിങ്. അപ്രകാരമുള്ളതായ ഒരു ഓർഡിനറി സിറ്റുവേഷൻസിൽ നിന്നാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ 10th +2 ആൻഡ് ഡിഗ്രി കാലയളവുകളിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നതിനും ചെറിയ ചെറിയ മെനിയൽ വർക്ക്സ് ഒക്കെ ചെയ്താണ് എൻ്റെ എഡ്യൂക്കേഷനൊക്കെ നടത്തിയത്. ചിലപ്പോൾ തോട്ടിൽ മണൽ വരാൻ പോകും, ചിലപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും, ചിലപ്പോൾ ചില വീടുകളൊക്കെ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഗൾഫുകാരൊക്കെ ചെയ്യുമ്പോൾ അതിന് മേശിരിയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന അങ്ങനെയൊക്കെയുള്ള ചെറിയ വരുമാനങ്ങൾ കൊണ്ടൊക്കെയാണ് എൻ്റെ ജീവിതങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ മുമ്പോട്ട് പോയിക്കുന്നത്. ദാറ്റ് മീൻസ് ഐ ആം ഫ്രം ആൻ വെരി ഓർഡിനറി ലൈഫ് സിറ്റുവേഷൻ. വളരെ സാധാരണയിൽ നിന്നും സാധാരണമായ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. ഇല്ലായ്മകളും വല്ലായ്മകളും എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ അത് മുന്നോട്ട് നയിച്ചത് ദൈവത്തിലുള്ളതായ പൂർണ്ണ വിശ്വാസത്തിൽ എത്തിച്ചേരുന്നതിനാണ്. ഈ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനിടയായി തീർന്നു. എൻ്റെ 15ഉം 17ഉം വയസ്സുകളിൽ ഞാൻ 1000-ഓളം ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാഠമാക്കി. ഈ ചെറിയ സാഹചര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം 1000 ബൈബിൾ വാക്യങ്ങൾ ഞാൻ മലയാളം ബൈബിളിൽ നിന്ന് മനഃപ്പാഠമാക്കി. ബൈബിൾ കോമ്പറ്റീഷൻസിന് ഓൾവേസ് ഐ വാസ് ഫസ്റ്റ്. ബൈബിൾ എൻ്റെ ഉള്ളിലുള്ളതിനാൽ പ്രശ്നസങ്കീർണമായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ എനിക്ക് അവ പ്രചോദനം തന്നുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിൾ ശകലങ്ങൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, ഞാൻ കാണാപ്പാഠമായി പഠിച്ചതുകൊണ്ട് അവ എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമായി തീർന്നിട്ടുണ്ട്. 3-ാമത്തെ വയസ്സിൽ ഞാനൊരു സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റായി മാറി. 15-ാമത്തെ വയസ്സിൽ ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറായി മാറി. ദാറ്റ് മീൻസ് സൂൺ ആഫ്റ്റർ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പഠനത്തിന് ശേഷം, എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ ചർച്ച് എന്നെ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാക്കി മാറ്റി. 16-ാമത്തെ വയസ്സിൽ ചർച്ചിൻ്റെ യൂത്ത് വിങ് സെക്രട്ടറിയായി മാറി. ഈ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഒരു ബൈബിൾ വ്യാഖ്യാതാവാക്കി മാറ്റി. അങ്ങനെ ചർച്ചിൽ ഞാൻ വളരെ യൂത്ത് സമയത്ത് ഒരു വലിയ ഇൻവോൾവർ ആയിരുന്നു. ഭാവനകൾ എഴുതി വായിക്കുക, ഉപന്യാസങ്ങൾ എഴുതി വായിക്കുക,
ചെറുകഥകൾ നടത്തുക, അതുപോലെ തന്നെ വാക്യ മത്സരങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ ആ, ഞാൻ വളരെയധികം ഇൻവോൾവ്ഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ആ, ബൈബിളിലെ തീമുകളും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും എൻ്റെ ബൈബിൾ സ്റ്റഡികളിൽ സമൂഹത്തിലെ നീറുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിന് ഞാൻ ശ്രമിച്ചു. ഓക്കെ, നമ്മൾ പലപ്പോഴും ബൈബിൾ പഠിക്കുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനെ പഠിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ആ സച്ച് നമ്മൾ പഠിക്കാറുണ്ട്, ആ തീംസ് ആ സച്ച് നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ എൻ്റെ പഠന രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ ഈ തീമുകളും ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ നീറുന്ന പ്രശ്നം, ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ വിധത്തിൽ സമൂഹത്തിലെ പട്ടിണി, എങ്ങനെ യേശു പട്ടിണി പാവങ്ങളുടെ ഇടയനായി മാറി, യേശു എങ്ങനെ പട്ടിണി പാവങ്ങളുമായിട്ട് ഇടപഴകി. സോ ഹി വാസ് ഓൾവേസ് വിത്ത് ദി ടാക്സ് കളക്ടേഴ്സ്, സിന്നേഴ്സ്, പൂവർ. ഈ ഒരു സാഹചര്യങ്ങൾ എൻ്റെ ബൈബിൾ പഠനത്തിൽ വളരെയധികം ഒരു സ്വാധീന ശക്തിയായി മാറി. അത് ഞാൻ പലപ്പോഴും സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ വില്ലേജിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആകമാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ളതായ പട്ടിണി പാവങ്ങളുടെ ജീവിതചര്യകളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളം ഒരു പരമ്പരാഗത സമൂഹമാണ്, നമുക്കറിയാം. വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സമൂഹമാണ്. ഇന്നും തന്നെ ഈ സമൂഹത്തിൽ ഉച്ചനീചത്വമുണ്ട്, വലിയവനും ചെറിയവനും തമ്മിലുള്ളതായ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സാമ്പത്തിക ഉച്ചനീചത്വമുണ്ട്, താഴ്ന്ന ജാതിക്കാരോടുള്ളതായ അവഹേളനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളിലൊക്കെ അതുണ്ട്. താഴ്ന്ന ജാതിക്കാരനോടുള്ളതായ അവഹേളനം, ഉച്ചനീചത്വം, പെൺകുട്ടികളെ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഉള്ള സിറ്റിസൺസ് ആയിട്ട് കാണുന്നതായ അവസ്ഥ ഇന്നതില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ അവസ്ഥകളിലൂടെയൊക്കെയാണ് നമ്മൾ സമൂഹത്തെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഡവറി സിസ്റ്റം, എത്ര കുടുംബങ്ങളാണ് അതുമൂലം പ്രശ്നസങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നുപോയത്. ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്നെ ബൈബിൾ ഒരു പ്രത്യേക രീതിയിൽ വായിക്കുവാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, ഈ സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾ എന്നെ വേദപുസ്തകം ഒരു പ്രത്യേക രീതിയിൽ വായിക്കുവാൻ പഠിപ്പിക്കുകയും, അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എ പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ടു ദ പുവർ, എൻ്റെ വായനയിൽ പാവപ്പെട്ടവർക്ക് ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വായിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുക പതിവായിരുന്നു. ഞാൻ വളർന്നത് മേലില ചക്കുവരയ്ക്കൽ എന്ന ഒരു ചെറിയ വില്ലേജിലാണ്. ഇത് കൊട്ടാരക്കരയ്ക്കും പുനലൂരിനും ഇടയ്ക്കുള്ളതായ ഏകദേശം 10 കിലോമീറ്റർ ഫ്രോം പുനലൂർ, 10 കിലോമീറ്റർ ഫ്രോം കൊട്ടാരക്കര, അങ്ങനെ ഒരു മിഡിൽ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്നതായ ഒരു വില്ലേജാണ് ഈ ചക്കുവരയ്ക്കൽ. ഇപ്പൊ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്നതായ ഒരു സാമൂഹിക ക്ലബ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ, എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ. ഇപ്പൊ ഈ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബില് ഹിന്ദു മതത്തിൽ നിന്നുള്ളവരുണ്ട്, ഇസ്ലാം മതത്തിൽ നിന്നുള്ളവരുണ്ട്, ക്രിസ്തു മതത്തിൽ നിന്നുള്ളവരുണ്ട്, ദളിതരിൽ നിന്നുമുള്ളവര്, ഇങ്ങനെ എല്ലാവരും കൂടെ ചേരുന്നതായ ഒരു ക്ലബ്ബ്. ഈ ക്ലബിലെ അംഗങ്ങളായിരുന്നു. അങ്ങനെ ക്ലബിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ യാതൊരു വിധമായ ഡിസ്ക്രിമിനേഷൻസും ഇല്ലായിരുന്നു. വി വെർ വർക്കിംഗ് ടുഗദർ ആസ് ഫ്രണ്ട്സ് വിത്ത് ഇക്വാളിറ്റി, സമത്വം, സാഹോദര്യം, ഇതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എൻ്റെ ബിബ്ലിക്കൽ തിയോളജി ആണെങ്കിലും വിശ്വാസ ജീവിതമാണെങ്കിലും തിയോളജിക്കൽ ജേണി ആണെങ്കിലും എല്ലാം ഈ ഇന്റർ റിലീജിയസ് ഓർഡിനറി ലൈഫ് സിറ്റുവേഷനിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. ആയതുകൊണ്ട് ഞാൻ സമൂഹത്തെ കാണുന്നതും മനുഷ്യരെ കാണുന്നതും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണുന്നതും യാഥാർത്ഥ്യങ്ങളെ കാണുന്നതും ഈ ഒരു ജീവിത സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. സോ ആയതുകൊണ്ട് എൻ്റെ ഇന്റർപ്രിട്ടേഷൻസ്
ഐ ഫീൽ സംടൈംസ് ഡിഫറെൻറ്റ്. എൻ്റെ തിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് സംടൈംസ് ഡിഫറെൻറ്റ്. ഐ ഓൾവേസ് ഗിവ് സം സിഗ്നിഫിക്കൻസ് ഓർ എ മേജർ സിഗ്നിഫിക്കൻസ് ഫോർ ദ ഓർഡിനറി കമ്മ്യൂണിറ്റി. സാധാരണക്കാരോടുള്ളതായ ഒരു താതാത്മ്യം അതെൻ്റെ തിയോളജിയിലും എൻ്റെ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷനിലും എൻ്റെ എഴുത്തുകളിലും എല്ലാം അത് പ്രതിഫലിച്ച് നിൽക്കാറുണ്ട്. സോ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. താങ്ക് യു സർ ഫോർ ദാറ്റ് വെരി സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ. ഓ, വളരെ മനോഹരമായിട്ട് സാറിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. സാറിൻ്റെ തിരുവചന വ്യാഖ്യാനത്തെ എങ്ങനെ സാറിൻ്റെ പശ്ചാത്തലം ഷേപ്പ് ചെയ്തു എന്നതിനെക്കുറിച്ചും സാറ് വളരെ വ്യക്തമായിട്ട് വിവരിച്ചു. വളരെ സന്തോഷം. സാറേ, ഈ ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് സാറ് ഡെവലപ്പ് ചെയ്തെടുത്തത്? ദൈവവുമായിട്ടുള്ള ആ ഒരു വലിയ കണക്ഷൻ, ഇത് ഒത്തിരി സാറ് വളർന്ന സാഹചര്യത്തെക്കുറിച്ചും സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചും അന്ന് ഉണ്ടായിരുന്ന മതപശ്ചാത്തലത്തെക്കുറിച്ചും സമൂഹത്തിലുണ്ടായിരുന്ന വേർകൃത്യങ്ങളെക്കുറിച്ചും ഒക്കെ സാർ സംസാരിച്ചു. ഇതിൻ്റെ മധ്യത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് സാർ ഡെവലപ്പ് ചെയ്തത്? സാറിനെ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഒരു വ്യത്യസ്തനായ വ്യക്തിയിലേക്ക് ഇപ്പോൾ സാർ ഒരു വലിയ അസാധാരണ നിലയിൽ ദൈവം ഉപയോഗിക്കുന്നു. വളരെ സന്തോഷം. എഴുത്തുകാരനായി, അധ്യാപകനായി ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. പല മേഖലകളിൽ, പല ദേശത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ചുള്ള കണക്ഷനും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? താങ്ക് യു സോ മച്ച് സർ. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ ജീവിത രീതികൾ എൻ്റെ സാധാരണ ജീവിത രീതികൾ, സാധാരണ ജീവിത പശ്ചാത്തലം എന്നെ യുണീക്കായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്. എൻ്റെ ചെറിയ പ്രായത്തിലെ ഈ വായനാശീലം എനിക്കുണ്ട്. എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ തിയോളജിയൻ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ മദറാണ്. ഇന്നും ഞാൻ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു യുണീക്ക് ഫിഗറാണ് എൻ്റെ മദർ. എൻ്റെ മദറാണ് എൻ്റെ ഏറ്റവും വലിയ തിയോളജിയൻ. എൻ്റെ മദർ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മൈ പാസ്റ്റേഴ്സ്, മൈ കോ ബിലീവേഴ്സ്, മൈ ഫ്രണ്ട്ലി സർക്കിൾ, എസ്പെഷ്യലി ബിലീവിംഗ് സർക്കിൾ, ഇവരെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ പ്രായം മുതലേ എനിക്ക് ഈ വായനാശീലമുണ്ട്. വായനാശീലത്തിൽ ഞാൻ വായിച്ച ചില പുസ്തകങ്ങൾ, നമ്മുടെ ക്രിസ്ത്യൻസ് അല്ലാത്തവരെങ്ങനെയാണ് യേശുവിനെ കാണുന്നത്, അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്. അത് എഴുതിയത് രാജാറാം മോഹൻ റോയി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാജാറാം മോഹൻ റോയി ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രേരക ഘടകമായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ രാജാറാം മോഹൻ റോയിലെ അസാധാരണമായി ചിന്തിപ്പിച്ചത് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിച്ചതും അത് തന്നെയല്ല, മഹാത്മാഗാന്ധിയെ ഗിരിപ്രഭാഷണങ്ങൾ യുണീക്കായിട്ട് വ്യാഖ്യാനിക്കുവാൻ പ്രേരിപ്പിച്ചതും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇൻ അമേരിക്ക. പുള്ളിക്കാരന് ഒരു ഗിരിപ്രഭാഷണത്തിന്റെ ഒരു വക്താവായിരുന്നു. ഗാന്ധിജിയാണ് തന്നെ ബൈബിൾ റീഡ് ചെയ്യുവാനും യേശുവിനെ യുണീക്കായിട്ട് കാണുവാനും ഒക്കെയും പ്രേരിപ്പിച്ച ഒരു വ്യക്തി. ഇപ്പോൾ സാമൂഹിക കാഴ്ചപ്പാടോടുകൂടി ബൈബിൾ വായിക്കുക, ആ ഒരു കാഴ്ചപ്പാട് ഇവരുടെ ജീവിതത്തിലും ഇവരുടെ ചിന്തകളിലും ഇവരുടെ പ്രവർത്തികളിലും യുണീക്കായിട്ടുള്ളതായ ഒക്കെ സ്വാധീനം ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. ഇപ്പോൾ രാജാറാം മോഹൻ റോയ്, മഹാത്മാഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അതുപോലെ നമ്മൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടന്നു പോയാൽ നെൽസൺ മണ്ടേല. ഹി വാസ് ഓൾസോ എ ഫോളോവർ ഓഫ് ജീസസ്, ദോ ഹി വാസ് എ പൊളിറ്റിക്കൽ ലീഡർ. അദ്ദേഹവും ഈ ബൈബിളിനെ ഒരു യുണീക്കായ രീതിയിൽ വ്യാഖ്യാനിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ പലരും വേദപുസ്തകത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്നെ വളരെയധികം സ്വാധീനിപ്പിച്ചു. എന്നെ വളരെയധികം സ്വാധീനിച്ചു. വേദപുസ്തകത്തിന് വ്യക്തികളെ മാത്രമല്ല, സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും രാഷ്ട്രങ്ങളെയും സ്വാധീനിക്കുവാൻ കഴിയും എന്ന ചിന്ത എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്.
ബൈബിളിന് വ്യക്തിപരമായ അർത്ഥമല്ല. മറ്റു മതങ്ങളെയും പ്രതിഭാസങ്ങളെയും ആചാരങ്ങളെയും സാമൂഹിക നീതിയെയും ബഹുമാനിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നും എനിക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു. നമ്മൾ പലപ്പോഴും മറ്റു മതങ്ങളെ നെഗറ്റീവായിട്ട് കാണാറുണ്ട്, അവരെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. മറ്റു മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, മറ്റു മതങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുവാനും ബൈബിൾ വ്യാഖ്യാനിക്കുവാനും വേദപുസ്തകത്തെ നമുക്ക് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷനിൽ ഉൾക്കൊള്ളുവാനും കഴിയും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതിന് മറ്റുള്ളവരെ നമ്മൾ കോർണർ ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വേദപുസ്തകത്തെ വായിക്കുവാൻ കഴിയണം, വേദപുസ്തകത്തെ വ്യാഖ്യാനം ചെയ്യുവാൻ കഴിയണം, നമ്മളുടെ തിയോളജി ഡെവലപ്പ് ചെയ്യുവാൻ കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കൊരു ഓർഡിനറി തിയോളജിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി തിയോളജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻക്ലൂസീവ് ആയിരിക്കണം, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഓക്കെ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെയുള്ളതായ ഒരു തിയോളജിയോ ഒരു ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷനോ ഒരിക്കലും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ഇപ്പൊ ബൈബിളിന്റെ ഉപോത്ബലകമായ കണ്ടന്റ് എന്ന് പറയുന്നത് സ്നേഹത്തിലൂന്നിയുള്ളതാണ്. ഓക്കെ, ബൈബിളിന്റെ ഉപോത്ബലകമായിട്ടുള്ളതായ കണ്ടന്റ് എന്ന് പറയുന്നത് സ്നേഹത്തിലൂന്നിയുള്ളതാണ്. ബൈബിൾ നമ്മെ മറ്റുള്ളവരെ ഹെയ്റ്റ് ചെയ്യുവാൻ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈബിൾ നമ്മളെ ഒരിക്കലും മറ്റുള്ളവരെ ഹെയ്റ്റ് ചെയ്യുവാൻ പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് സ്നേഹത്തിലൂന്നിയുള്ളതാണ്. ഇപ്പൊ ഞാൻ നാട്ടിൽ കടന്നു ചെന്നാൽ ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു തിയോളജിയനാണ്, ഞാനൊരു റൈറ്ററാണ്, ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചറാണ് എന്ന് പറഞ്ഞാൽ തന്നെയും ഞാൻ നാട്ടിൽ കടന്നു ചെന്നാൽ ഇന്നും എനിക്ക് എൻ്റെ ഹിന്ദു ഫ്രണ്ട്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, മുസ്ലിം ഫ്രണ്ട്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, ദളിത് ഫ്രണ്ട്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഓർഡിനറി തിയോളജിയുടെ ഏറ്റവും പരമപ്രധാനമായ തന്തു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. തിയോളജി അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. പാവപ്പെട്ടവനും പണക്കാരനും, പണ്ഡിതനും പാമരനും, സ്ത്രീയും പുരുഷനും, മറ്റു ലിംഗങ്ങളിലുള്ളവർക്കും വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 3-28 വാക്യത്തിൽ ആ വാക്യത്തെക്കുറിച്ച് ദാറ്റ് ഈസ് ദ മാഗ്ന കാർട്ട ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ദ മാഗ്ന കാർട്ട ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണ്? യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, ദാസൻ എന്നില്ല, യജമാനൻ എന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല, എല്ലാവരും യേശുവിൽ തുല്യരാത്രേ. ഈ ഒരു മെസ്സേജാണ് ബൈബിളിലേക്ക് ഞാൻ ആകൃഷ്ടനാകുവാൻ പരമപ്രധാനമായിട്ടുള്ളതായ തന്തു എന്ന് പറയുന്നത്. അതാണ് എന്നെ ഒരു ഡിഫറൻറ്റ് കോളിങ്ങിന് വേണ്ടി എൻ്റെ സൺഡേ സ്കൂൾ കാലഘട്ടത്തിലും എൻ്റെ യൂത്ത് വിങ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലും എന്നെ പ്രചോദിപ്പിച്ചതായ ഘടകം. എലോങ് സൈഡ് ഓഫ് എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മൈ പാസ്റ്റേഴ്സ്, മൈ മദർ ആൻഡ് ദ ബിലീവിംഗ് കമ്മ്യൂണിറ്റി, എല്ലാവരും എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും പാസ്റ്ററൽ റിയാലിറ്റീസ് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളെന്ന് ഞാൻ. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വെസ്റ്റിലും ഈസ്റ്റിലും നോർത്തിലും സൗത്തിലും യാത്ര ചെയ്യുക മാത്രമല്ല, അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് താതാത്മ്യപ്പെട്ട് ജീവിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രാമീണ സഭകളിൽ ദൈവവചനം മാത്രമല്ല, മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് കാര്യമായി ഗൗനിക്കേണ്ടതായിട്ടുണ്ട്. വചനം പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങളും കൂടെ നാം പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, മിഷണറീസ് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായിട്ടുള്ളതായ ഇടപെടലുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളും ആശുപത്രികളും ചാരിറ്റി ഓർഗനൈസേഷൻസും അങ്ങനെ ക്രിസ്ത്യൻ മിഷന്റെ കീഴിലുള്ള ഇവയെല്ലാം ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിനുള്ളതായ സംഭാവനകളാണ്. സോ ഓർഡിനറി ടഫ് ആൻഡ് റഫ് റിയാലിറ്റീസ് എൻ്റെ ജീവിതത്തെ
ആ, ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുവാനും യേശുക്രിസ്തുവിനെ ആ, ഒരു ഡിഫറൻറ്റ് ഫിഗറായിട്ട് കാണുവാനും ഒരു യുണീക്ക് ഫിഗറായിട്ട് കാണുവാനും എനിക്ക് ഉള്ളതായ ഗോഡ് കോൺഷ്യസ്നെസ് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുക. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ബിലീവേഴ്സിന്റെ മാത്രം ദൈവമല്ല ദൈവം. ബിലീവേഴ്സിന്റെ മൊണോപ്പൊളി അല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവം എന്ന് പറയുന്ന എല്ലാവരുടെയും ദൈവമാണ്. ബട്ട് വി ആർ പ്രിവിലേജ്ഡ്. സം പീപ്പിൾ ആർ പ്രിവിലേജ്ഡ് ബിക്കോസ് അവർക്ക് ദൈവവിളി ഉണ്ടായി, ദൈവത്തെ പിൻപറ്റുവാനുള്ളതായ സാഹചര്യങ്ങളുണ്ടായി, വിശ്വസിക്കുവാനുള്ളതായ മുഖാന്തരങ്ങളുണ്ടായി. എന്നാൽ പലർക്കും ആ സാഹചര്യം ഉണ്ടായില്ല. അവരെയും കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു ദൈവിക നിയോഗമാണ് നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മൾ ഉപോത്ബലകമായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഓർഡിനറി ടഫ് ആൻഡ് റഫ് റിയാലിറ്റീസ് ഓഫ് ദ പീപ്പിൾ, ഓക്കെ, ആ സാഹചര്യങ്ങളാണ് എന്നെ ഒരു ഡിഫറൻറ്റ് കോളിങ്ങിനായിട്ട് ദൈവം വിളിച്ചത്. അങ്ങനെ ഇൻക്ലൂസീവായിട്ട് ഒരു തിയോളജിക്കൽ തിങ്കിങ്ങിനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഓർഡിനറി തിങ്കിങ് കെയിം ഔട്ട് ഓഫ് മൈ ഓർഡിനറി റിയാലിറ്റീസ്. എൻ്റെ സാധാരണ ജീവിത പശ്ചാത്തലമാണ് എൻ്റെ സാധാരണക്കാരുടെ തിയോളജി, സാധാരണക്കാരുടെ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത്. അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുവാൻ, ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നതാണ് എ ഡിഫറൻറ്റ് കോളിംഗ് എന്ന് പറയുന്നത്. എ ഡിഫറൻറ്റ് പെർസെപ്ഷൻ അബൌട്ട് ഗോഡ്, എ ഡിഫറൻറ്റ് പെർസെപ്ഷൻ അബൌട്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്കുണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, വളരെ വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് സാറിൻ്റെ കാഴ്ചപ്പാടിനെ സാർ വിവരിച്ചു. വളരെ സന്തോഷമുണ്ട് സാറേ. ഞാൻ എൻ്റെ PhD-യിൽ റിസർച്ച് ചെയ്യുമ്പം വൺ ഓഫ് ദി എംഫസൈസിങ് പോയിൻറ്റ്സ് ഇതായിരുന്നു: ബൈബിൾ ഒരു റിലീജിയസ് ടെക്സ്റ്റ് അല്ല. ഈ ബൈബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. സാറ് ആ ഒരു മേഖലയിലൂടെയാണ് കടന്നുപോയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. സോ സാർ ആ ഒരു മേഖലയിൽ വളരെ എൻറിച്ച് ആയിട്ട് ഇരിക്കുന്നു. അത് സംസാരിച്ചു. വളരെ സന്തോഷം. സാറിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തതെന്ന് സാർ പറഞ്ഞു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കാൻ വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ സാറിനെ മുഴുവനും ബൈബിൾ എങ്ങനെ സ്വാധീനിച്ചു എന്നും സാർ ഇതിലൂടെ സംസാരിക്കുകയുണ്ടായി.